നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വലിയൊരു വിപത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിലൊന്നാണ് ആരവല്ലി എന്ന്, അല്ലേ? എന്നാൽ ആ പർവ്വതനിരകൾ ഇന്ന് പതിയെ പതിയെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതിനി വിശ്വസിച്ചേ പറ്റൂ. അതെ, സുപ്രീം കോടതിയിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം രാജസ്ഥാനിലെ മാത്രം 31 കുന്നുകളാണ് ഖനനം മൂലം പൂർണ്ണമായും ഇല്ലാതായത്. ഇത് വെറും ഒരു പരിസ്ഥിതി പ്രശ്നമല്ല. ഡൽഹിയിലെ ശ്വാസം മുട്ടിക്കുന്ന വായു മലിനീകരണത്തിനും വടക്കേ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ചൂടിനും പിന്നിൽ ഈ മലനിരകളുടെ നാശത്തിൽ വലിയ പങ്കുണ്ട്. ഈ 30 മലനിരകളുടെ. എന്താണ് ഇപ്പം നടക്കുന്ന ഈ ആരവല്ലി ഇഷ്യൂ? അർണബ് ഗോസ്വാമിയും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഇതിൽ നേർക്ക് നേരാണ് വരുന്നത്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് ആരവല്ലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഏകദേശം 690 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ആരവല്ലി നിരകൾ. ഇതിന് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്. ഹിമാലയത്തേക്കാൾ പഴക്കം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു ഗ്രീൻ വാൾ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോകത്ത് മരുഭൂമിയുടെ ഒരു വിന്യാസം കണ്ടോ? ഈ വിന്യാസം വന്ന് നിൽക്കുന്നത് ഇന്ത്യയിൽ നമ്മുടെ രാജസ്ഥാനിലാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗുണങ്ങളിൽ ഏറ്റവും വലിയ ഗുണം മരുഭൂമിയെ തടയുന്നു എന്നുള്ളത് തന്നെയാണ്. താർ മരുഭൂമിയിലെ മണൽക്കാറ്റുകൾ ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കും കടക്കാതെ ഒരു മതിൽ പോലെയാണ് ഇത് സംരക്ഷിച്ചു പിടിക്കുന്നത്. ഈ മലകളില്ലെങ്കിൽ വടക്കേ ഇന്ത്യ മുഴുവൻ തന്നെ ഒരു മരുഭൂമിയായി മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയും. 2, ഭൂഗർഭ ജലം. ഡൽഹി, ഗുരുഗ്രാം പോലെയുള്ള നഗരങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുന്നത് ഈ കുന്നുകളാണ്. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് ഈ മലനിരകൾ പ്രവർത്തിക്കുന്നത്. 3, ജൈവ വൈവിധ്യമാണ്. ലെപ്പേർഡ്, പുള്ളിപ്പുലികളില്ലേ, ഹൈനകൾ തുടങ്ങിയ അപൂർവമായ ഒട്ടേറെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഈ പ്രദേശത്തെ എങ്ങനെയാണ് ഇന്നൊരു തർക്ക വിഷയമായി മാറിയത്? എവിടെ നിന്നാണ് ഈ 100 മീറ്റർ നിയമം കടന്നു വരുന്നത്? നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ തർക്കം എന്താണെന്നറിയാമോ? എന്തിനെയൊക്കെ കുന്ന് എന്ന് വിളിക്കാം എന്നതിനെ ചൊല്ലിയുള്ളൊരു യുദ്ധമാണ്. കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് നിരപ്പായ ഭൂമിയിൽ നിന്നും 100 മീറ്ററെങ്കിലും, അതായത് ഏകദേശം ഒരു 30 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും 100 മീറ്റർ എന്ന് പറയുമ്പോൾ, ഉയരമുള്ളതിനെ മാത്രമാണ് ആരവല്ലി കുന്നുകളായി കണക്കാക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും, കേൾക്കുമ്പോൾ ഇതൊരു ലളിതമായൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആരവല്ലി നിരകളിലെ 90% ചെറിയ കുന്നുകളും മൊട്ടക്കുന്നുകളാണ്. അതായത് ആരവല്ലി നിരയിലെ 90% പ്രദേശങ്ങളും 100 മീറ്റർ ഉയരത്തിന് താഴെയാണ്. ഈ നിയമം നടപ്പിലായാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഈ ചെറിയ കുന്നുകളെല്ലാം വനം എന്ന പട്ടികയിൽ നിന്നും പുറത്താകും. അതായത് ആരവല്ലിയുടെ 90% ഭാഗങ്ങളും വനമല്ലാതെയായി മാറും. ഇതോടെ ഖനന മാഫിയയും റിയൽ എസ്റ്റേറ്റുകൾക്കും ആ ഭൂമി കൈയടക്കാം, നിയമപ്രകാരം തന്നെ. കുന്നുകളില്ലെങ്കിൽ പിന്നെ അവിടെ മൈനിങ് തടയാൻ നിയമമില്ല. എന്നാൽ ഭാഗ്യവശാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടപെടലും മീഡിയയുടെ ഇടപെടലും കൊണ്ട് ഇപ്പം 2025 ഡിസംബറിൽ സുപ്രീം കോടതി ഇതിൽ ശക്തമായി ഇടപെട്ടു. കോടതി ചോദിച്ച ഇതാണ്: പ്രകൃതി നിശ്ചയിച്ച അതിർവരമ്പുകൾ മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ അധികാരം കിട്ടി? 100 മീറ്ററിൽ താഴെയുള്ള കുന്നുകൾക്ക് പാരിസ്ഥിതിക പ്രാധാന്യമില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഇത് കോടതിയുടെ ശക്തമായ ഇടപെടലായിരുന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ല സുഹൃത്തുക്കളെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ മാത്രം 31 കുന്നുകൾ ഇതിനകം അപ്രത്യക്ഷമായി കഴിഞ്ഞു. കുന്നുകൾ കാണാതാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന മരങ്ങളും നീരുറവകളും വന്യമൃഗങ്ങളും എല്ലാം ഇല്ലാതായി എന്ന് തന്നെയാണ് അർത്ഥം. ഇതിൻ്റെ ഫലം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി താപനില രാജസ്ഥാനിലും ഹരിയാനയിലും ചൂട് റെക്കോർഡ് വേഗത്തിലാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമിവൽക്കരണം, മണൽക്കാറ്റുകൾ തടയാൻ കുന്നുകൾ ഇല്ലാതാകുമ്പോൾ താർ മരുഭൂമി ഓരോ വർഷവും ഡൽഹിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ശുദ്ധജലക്ഷാമം. ഈ കുന്നുകൾ ഇല്ലാതാകുന്നതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയും ചെയ്യുകയാണ്. ഇതൊന്നും കൂടാതെ മറ്റൊരു വിഷയം നിങ്ങൾക്കറിയാം. ആരവല്ലിയിലെ വന്യമൃഗങ്ങളാണ്. അവയുടെ വീട് നമ്മൾ തകർക്കുകയാണ്. അവ നഗരത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായി മാറും. ഗുരുഗ്രാമിലും ഹൈദരാബാദിലുമൊക്കെ പുള്ളിപ്പുലികൾ നാട്ടിലിറങ്ങുന്നത് ഇപ്പോൾ ഒരു സ്ഥിരമായി മാറിയിരിക്കുകയാണ്. ഈ ആരവല്ലി കുന്നുകൾ ഇടിച്ച് നിരത്താതെ തന്നെ നമുക്ക് റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ സാധിക്കും. ഇതിന് ലോകമെമ്പാടും ഒരുപാട് ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് റോഡുകൾ, ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഈ പ്ലാസ്റ്റിക് റോഡുകൾക്ക് വേണ്ടി. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ അത് ചെറുതായി അരിഞ്ഞ് ബിറ്റുമിനുകളുമായി കലർത്തിയാണ് ഇത് മെയിൻ മെറ്റീരിയൽ ഇതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുകൊണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ റോഡ് കൂടുതൽ ബലം കിട്ടും, വെള്ളം കെട്ടി നിന്നാലും റോഡ് നശിക്കത്തില്ല, മെറ്റീരിയലിൻ്റെ അളവ് കുറവായിരിക്കും. നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ചങ്ങനാശ്ശേരി റോഡ് അത്രയും വെള്ളം കയറുമ്പോഴൊക്കെ നിലനിൽക്കുന്നത് അത് പ്ലാസ്റ്റിക് റോഡായതുകൊണ്ടാണ്. ഇതുപോലെ ലോകമെമ്പാടും നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം ഇല്ലാതാക്കാനും പറ്റും. പക്ഷേ ഇതിനൊന്നും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതിനുള്ള നിർദ്ദേശങ്ങളും മാർഗരേഖകളും മുന്നോട്ട് കൊണ്ടുവരണം. രണ്ടാമത് സ്റ്റീൽ സ്ലാഗാണ്. ഗുജറാത്തിലെ സൂററ്റിൽ സ്റ്റീൽ സ്ലാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് പ്രകൃതിദത്തമായ കല്ലുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ഐറ്റംസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നാച്ചുറൽ കല്ലുകളെക്കാട്ടി കരുത്തുറ്റതാണ് ഈ സ്റ്റീൽ സ്ലാഗുകൾ വരുന്നത്. കുന്നുകൾ ഇടിച്ചുണ്ടാക്കുന്ന മെറ്റീരിയലിന് പകരക്കാരനായിട്ട് നമുക്ക് ഈ സ്റ്റീൽ സ്ലാഗുകളെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെയും ഐറ്റംസ് ഉണ്ട്. ഫ്ലൈ ആഷ് ഉപയോഗിക്കുന്നുണ്ട്. തെർമൽ പവർ പ്ലാന്റ്സുകളിലൊക്കെ കൽക്കരി കത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഈ ചാരമാണ് നമുക്ക് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. റോഡിൻ്റെ അടിത്തറ പാകാനും പാലങ്ങളുടെ വശങ്ങൾ കെട്ടാനും ഒക്കെ നമുക്ക് ഫ്ലൈ ആഷ് ഉപയോഗിക്കാം. സിമൻറ്റിന് പകരമായി ഇത് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ചിലവ് കുറവായിരിക്കും, ഒപ്പം മാലിന്യം കുറയുകയും ചെയ്യുന്നു. നിർമ്മാണ അവശിഷ്ടങ്ങൾ, നമ്മൾ ഉപയോഗിച്ച ഒരു പാലം അവിടെ നിലനിർത്തിക്കൊണ്ട് അടുത്ത പാലം കെട്ടുന്നു, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. അല്ലെങ്കിൽ റോഡിന് മുകളിലോട്ട് പിന്നെയും കുന്നുകൾ ഇടിച്ചു ആ മെറ്റീരിയൽ ഒരിടത്തു നിന്നെടുത്ത് പിന്നെയും ഇട്ട റോഡിൻ്റെ മുകളിൽ തന്നെ ഇടാതെ നമുക്ക് എഗെയിൻ ആ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം അത് ഒരിടത്ത് തന്നെ ചെയ്യണമെന്നില്ല, അവശിഷ്ടങ്ങൾ മറ്റൊരിടത്തേക്ക് ഉപയോഗിച്ചുകൂടെ. അപ്പോൾ ഒരു പാലം നിർമ്മിച്ച് പഴയ പാലമാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു പുതിയ പാലം കെട്ടുമ്പോൾ പഴയ പാലത്തിൻ്റെ മെറ്റീരിയൽ മറ്റെവിടെയെങ്കിലും റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നിർമ്മാണ അവശിഷ്ടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ കിട്ടുന്ന കോൺക്രീറ്റ് ഇഷ്ടികൾ, ഇവ ഉപയോഗിച്ചും ഇവ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണെങ്കിലും നമുക്കിതുപോലെയുള്ള നമ്മുടെ നിലനിൽക്കുന്ന മലനിരകളെയൊക്കെ സംരക്ഷിച്ച് പിടിക്കാനും പ്രകൃതിയെ പിടിക്കാനും, എന്നാൽ പ്രകൃതി സംരക്ഷിച്ച് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ വികസനങ്ങൾ മുടങ്ങാതിരിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ആരവല്ലി വെറും ഒരു കുന്നിൻനിരയല്ല, അത് വടക്കേ ഇന്ത്യയുടെ ജീവനാഡിയാണ്. പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന വികസനങ്ങൾ താൽക്കാലിക ലാഭം നൽകിയേക്കാം, പക്ഷെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ കരുതി വെക്കുന്നത് ശ്വാസം മുട്ടുന്ന ഒരു ലോകമായിരിക്കും. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങളായ നമ്മൾ ഈ വിഷയത്തിൽ ബോധവാന്മാരാകേണ്ടത് അനിവാര്യമാണ്. വികസനവും പരിസ്ഥിതിയും ഒരുപോലെ മുന്നോട്ട് പോകണം.